മൂന്നാം സീറ്റ് വിവാദത്തിൽ മുസ്ലിം ലീഗ് നിലപാട് കാത്ത കോൺഗ്രസ് 2 പാർലമെന്റ് സീറ്റും 1 രാജ്യസഭാ സീറ്റിനും അപ്പുറം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുമ്പോൾ അതിനെ ലീഗ് എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് പ്രസക്തമായ ചോദ്യം. മൂന്നാം സീറ്റ് ലഭിക്കാത്തത് ലീഗിലും ലീഗിന് അമിത പ്രാധാന്യം നൽകുന്നതിൽ കോൺഗ്രസിലും അസ്വാരസ്യം തുടങ്ങിയിട്ടുണ്ട്. നിലവിലെ ഉപാധി ലീഗ് അംഗീകരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഇവരുകളുമായി കോഴിക്കോട് നിന്നും ഗൂഗിൾ ചേരുകയാണ്. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, നാളത്തെ യോഗം അത്രത്തോളം നിർണായകമാണ്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളമായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും UDFിനെ സംബന്ധിച്ചിടത്തോളമായാലും അല്ലേ, ഏതായാലും തങ്ങൾ എൻ്റെ നിലപാട് സ്വീകരിക്കും. അദ്ദേഹത്തിൻ്റെ നിലപാടായിരിക്കും ലീഗ് ഔദ്യോഗികമായി നാളെ പ്രഖ്യാപിക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അത്രത്തോളം പ്രാധാന്യത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് സുരേഷ്. അതുതന്നെയാണ് ലീഗിൻ്റെ മൂന്നാം സീറ്റ് വിഷയമാണ്. UDF മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ച ഇത്രത്തോളം നീണ്ടുപോകാൻ അല്ലെങ്കിൽ വഴിമുട്ടാൻ ഒരു വഴിയൊരുക്കിയത്. കാലങ്ങളായിട്ട് ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ഒരു കടുംപിടുത്തം പിടിക്കുന്ന ഒരു സാഹചര്യം മുൻപെങ്ങും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കളൊക്കെ ടി മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മൂന്നാം സീറ്റിന് അർഹതയുണ്ട് ലീഗിന് എന്നും അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന തരത്തിലുള്ള പരാമർശവുമായി രംഗത്ത് വരുന്നുണ്ടായിരുന്നു. മുൻപും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ലീഗ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കടുംപിടുത്തത്തിനൊന്നും അവർ തയ്യാറായിരുന്നില്ല. ഇന്നലെ ആലുവയിൽ വെച്ച് നടന്ന UDF ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമായാലും ഈ രീതിയിൽ മൂന്നാം സീറ്റ് ആവശ്യവുമായി മുന്നോട്ടേക്ക് വന്ന ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഈ മലബാർ മേഖലയിലെ രാഷ്ട്രീയ സ്വാധീനം പരിശോധിക്കുകയാണെങ്കിൽ ഈ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ട് ഏകദേശം 14 MLA-മാരാണ് ലീഗിനുള്ളത്. അതേസമയം കോൺഗ്രസിനുള്ളത് കേവലം 4 MLA-മാർ മാത്രമാണ്. ജയിച്ച 4 MLA മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഈ സാഹചര്യത്തിൽ ലീഗ് മൂന്നാം സീറ്റ് ആവശ്യപ്പെടുമ്പോഴും മലബാർ മേഖലയിൽ നിന്ന് തന്നെയായിരിക്കും ലീഗിന് ആ സീറ്റ് കൊടുക്കേണ്ടി വരിക. അത്തരത്തിൽ ലീഗിന് കൊടുക്കുമ്പോൾ ഈ മേഖലയിൽ, മലബാർ മേഖലയിൽ കോൺഗ്രസിനുള്ള പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക കോൺഗ്രസിനുള്ളതായി വേണം മനസ്സിലാക്കാൻ. കാരണം ഈ മേഖലകളിൽ കോൺഗ്രസിനുള്ള MLA-മാരുടെ 3 ഇരട്ടിയോളം MLA-മാർ ലീഗിന് ഇപ്പോഴുണ്ട്. ഏകദേശം 14 MLA-മാരുണ്ട്. ഇതേ സാഹചര്യത്തിൽ പാർലമെന്റിലേക്കും ലീഗിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സീറ്റ് വിട്ടു നൽകുകയാണെങ്കിൽ മലബാർ മേഖലയിലെ രാഷ്ട്രീയം നിലവിൽ ലീഗ് തന്നെയാണ് നിയന്ത്രിക്കുന്നതെങ്കിലും കോൺഗ്രസിനുള്ള അപ്രമാദിത്വം പൂർണ്ണമായും നഷ്ടപ്പെടുമോ എന്നൊരു പേടി കോൺഗ്രസിനുണ്ട്. മാത്രമല്ല, ഇപ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചിട്ടുള്ള സിറ്റിംഗ് MP-മാരെ മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവരെ മാറ്റിക്കൊണ്ട് ലീഗിന് ഒരു സീറ്റ് കൊടുക്കുന്നതിൽ കോൺഗ്രസിനും അതൃപ്തിയുണ്ട്. ഈ രീതിയിൽ UDFിനകത്ത് ഇത്തരത്തിലുള്ള ആശങ്ക മുൻപെങ്ങും നമ്മൾ കണ്ടിട്ടില്ല. അതേ സാഹചര്യത്തിൽ തന്നെ ഇതിന് മുതലെടുത്തുകൊണ്ട് ലീഗിന് അമിത പ്രാധാന്യം നൽകണമെന്നും അല്ലെങ്കിൽ ലീഗിന് 3ഓ അതിലധികമോ സീറ്റിന് അർഹതയുണ്ട് എന്ന അഭിപ്രായവുമായി UDFിന് പുറത്തുള്ള LDFിലെ EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ ഗോകുൽ, ഈ മുരളീധരൻ, വടകര MP ആയിട്ടുള്ള ഈ മുരളീധരൻ്റെ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലീഗിന് 3 അല്ല, അതിൽ ഉപരിയായിട്ട് 4ഓ 5ഓ സീറ്റിന് അർഹതയുണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഇത്തരത്തിലുള്ള വിമർശ ശബ്ദങ്ങൾ അത് ലീഗിന് പ്രോത്സാഹനം നൽകുന്നു. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയുമാക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഒരു സമവായ രാജ്യസഭാ സീറ്റ് ലഭിച്ച് ഒരു സമവായത്തിലേക്ക് ഏകദേശം എത്താമെന്നുള്ള ധാരണയെ തകിടം മറിക്കുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളും അത്രത്തോളം നാളത്തെ യോഗത്തെയും നിർണ്ണയിക്കുമല്ലേ? അതെ, തീർച്ചയായിട്ടും. വടകര MP മുരളീധരൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ലീഗിന് 3 അല്ല 5ഉം 6ഉം സീറ്റിന് അർഹതയുണ്ട് എന്ന്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് പരിഗണിക്കേണ്ടത് എന്ന ഒരു പ്രശ്നവും കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. മുൻപും 2006 കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിന് രാജ്യസഭയിൽ 2 സീറ്റുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് മൂന്നാം സീറ്റ് തൽക്കാലം മാറ്റിവെക്കൂ, രാജ്യസഭയിലേക്ക് ഒരു പ്രാതിനിധ്യം നൽകാം എന്ന ഒരു സമവായ നീക്കം കോൺഗ്രസ് മുന്നോട്ടേക്ക് വെച്ചത്. അത് അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിക്കുകയാണെങ്കിൽ 2027-28 കാലഘട്ടത്തിൽ ഏകദേശം 6 സീറ്റുകളോളം നിയമസഭയിൽ ഒഴിവുകൾ വരും. ആ സാഹചര്യത്തിൽ UDF ജയിക്കുകയാണെങ്കിൽ 4ഓളം സീറ്റുകളിൽ UDF പ്രതിനിധികളെ രാജ്യസഭയിലേക്ക് എത്തിക്കാം എന്നതാണ് കണക്ക്. അതിൽ ഒരു സീറ്റ് ലീഗിന് നൽകാം എന്ന തരത്തിലാണ് ഇന്നലെ ആലുവയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായത്. അതേസമയം 3ആം സീറ്റ്, അതായത് ലോകസഭയിൽ 3ആം സീറ്റ് ലഭിക്കില്ല എന്ന് ലീഗിന് ഏകദേശം തോന്നിയതോടുകൂടിയിട്ട് അത് നടക്കില്ല. ഈ വരുന്ന
ജൂൺ ജൂലൈ സമയത്ത് ഒഴിവ് വരുന്ന സീറ്റിലേക്ക് തങ്ങളെ പരിഗണിക്കണം എന്ന കാര്യമാണ് ലീഗ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഒരു സമവായ നീക്കം നടക്കുമ്പോഴും ശരി, എന്നാൽ ഞങ്ങൾ 3-ാം സീറ്റ് അല്ലെങ്കിൽ 3-ാം സീറ്റ് വേണ്ട, ഈ രാജ്യസഭാ സീറ്റിൽ ഞങ്ങൾ തൃപ്തരായിക്കൊള്ളാം എന്ന ഒരു മറുപടി നൽകാൻ ലീഗ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. അവർക്ക് സാദിഖ് അലി പാണക്കാട് തങ്ങളുമായിട്ട് കൂടുതൽ കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട്. ആ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഞങ്ങളുടെ അഭിപ്രായം പറയാൻ തയ്യാറുള്ളൂ എന്ന് ലീഗ് നേതൃത്വം പറയുമ്പോൾ അവർക്ക് ഈ തീരുമാനത്തിൽ, കോൺഗ്രസിന്റെ തീരുമാനത്തിൽ തങ്ങൾ തൃപ്തരല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അത് ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് സന്തോഷവും തൃപ്തിയും രണ്ടും രണ്ടാണ് എന്നാണ്. സന്തോഷമുണ്ടോ ഈ തീരുമാനത്തിൽ എന്ന് ചോദിച്ച സമയത്ത്, അല്ല മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് സന്തോഷമല്ല തൃപ്തിയാണ് ഉള്ളത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. സന്തോഷവും തൃപ്തിയും രണ്ടാണ് എന്ന് പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ UDF യോഗത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള സമവായ നീക്കത്തിൽ ലീഗ് നേതൃത്വം എന്തായാലും തൃപ്തരല്ല. ഈ സമയത്ത് എന്തായാലും ഇത്തരത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് എന്തുകൊണ്ട് തങ്ങൾക്ക് 3-ാം സീറ്റ് അനുവദിക്കുന്നില്ല എന്ന ചോദ്യം ലീഗിനുള്ളിൽ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അത് ലീഗിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്നതും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. കാരണം 3-ാം സീറ്റ് വിവാദം, 3-ാം സീറ്റ് എന്ന ആവശ്യം ശക്തമായി മുന്നോട്ടേക്ക് വെക്കുമ്പോൾ തന്നെ അതിന് കോൺഗ്രസ് തയ്യാറാവുന്നില്ല. അതേസമയം തന്നെ 3-ാം സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന ഒരു വിഭാഗം ലീഗിനകത്ത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അത് ലീഗിനുള്ളിലും കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്നത് സംബന്ധിച്ച ചർച്ചയും നാളെ 27-ാം തീയതി പാണക്കാട് നടക്കുന്ന ചർച്ചയിൽ ഒരു പ്രധാന വിഷയമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. സുരേഷ്, ഏതായാലും നാളെ ചേരുന്ന ഈ യോഗത്തിലെ തീരുമാനം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നിർണായകവുമാണ്. കോഴിക്കോട് നിന്നും ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.